ഒരു ദുഃഖകരമായ വാർത്ത. പെരിയാറിൽ ഒഴുക്കിൽപ്പെട്ട് ഇന്നലെ ഒരു യുവാവ് കാണാതായ ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇന്നും യുവാവിനായി തെരച്ചിൽ നടത്തും. ആലപ്പുഴ സ്വദേശി അഖിലിനെയാണ് കാണാതായത്. പെരുമ്പാവൂർ മഞ്ഞപ്പട്ടി കടവിലായിരുന്നു സംഭവം. അഖിലും സുഹൃത്തും വഞ്ചിയിൽ പുഴയിലൂടെ തുഴഞ്ഞ് പോകുമ്പോഴാണ് അപകടമുണ്ടായത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് നീന്തി രക്ഷപ്പെടുകയായിരുന്നു. നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, വഞ്ചി മറിഞ്ഞാണ് അപകടമെന്ന് മനസ്സിലാകുന്നു. ഇന്നലെ കാര്യമായ തെരച്ചിലുണ്ടായി, പക്ഷേ അഖിലിനെ കണ്ടെത്താനായില്ല. ഇന്നും ശ്രമം തുടരും എന്നാണോ? രഞ്ജിത്ത്, അഖിലും സുഹൃത്തുമായിരുന്നു ഈ വഞ്ചി തുഴഞ്ഞ് കരയ്ക്കപ്പുറത്തേക്ക് പോയത്. നമുക്കറിയാം, ശക്തമായ മഴയിലും അല്പമൊക്കെ പുഴയിൽ വെള്ളം രൂപപ്പെട്ട് കുത്തൊഴുക്ക് അല്പം കൂടുതലാണ്. ഈ കുത്തൊഴുക്കിലാണ് ഈ വഞ്ചി മറിഞ്ഞ് അഖിലും സുഹൃത്തും പുഴയിലേക്ക് വീണത്. സുഹൃത്ത് നീന്തി രക്ഷപ്പെട്ടു, പക്ഷെ അഖിലിന് നീന്തൽ അറിഞ്ഞിരുന്നില്ല. അങ്ങനെയാണ് അപകടത്തിലേക്ക് നയിച്ചത്. പക്ഷേ ഇതുവരേക്കും അഖിലിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ വൈകിട്ടോടുകൂടി നടന്ന സംഭവമാണ്. പോലീസും ഫയർഫോഴ്സും ഒക്കെ എത്തി. ഫയർഫോഴ്സും ഒപ്പം നീന്തൽ വിദഗ്ധരും ഒക്കെ അവിടെ എത്തി പരിശോധന ശക്തമായി തന്നെ നടത്തുന്നുണ്ട്. പക്ഷെ അഖിലിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെയും പുലർച്ചെയും തിരച്ചിൽ പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഈ വലിയ മഴയാണ്. മഴയെ തുടർന്ന് ഈ പുഴകളിലൊക്കെ വെള്ളത്തിന്റെ ഒഴുക്ക് അതിശക്തമായി തന്നെയാണുള്ളത്. അതുകൊണ്ട് പലപ്പോഴും മുന്നറിയിപ്പ് നൽകുന്നതാണ്. കടലിലേക്ക് ഇറങ്ങുന്നതിനും പുഴയിൽ ഇറങ്ങുന്നതിനും ഒക്കെ ജാഗ്രത പാലിക്കണമെന്ന കർശന നിർദ്ദേശമുണ്ടെങ്കിൽ പോലും പലപ്പോഴും അത് വകവയ്ക്കാതെ ആളുകൾ പുഴയിലേക്ക് ഇറങ്ങുന്നതാണ് ഇത്രയും വലിയൊരു അപകടങ്ങളിലേക്കൊക്കെ നയിക്കുന്നത്. ആലപ്പുഴ സ്വദേശിയാണ് അഖില്. സുഹൃത്ത് പെരുമ്പാവൂർ സ്വദേശിയായിട്ടുള്ള സുഹൃത്തിനോടൊപ്പം വന്നതാണ്. അതിനിടയിലാണെങ്കിൽ വഞ്ചിയിൽ പുഴ കടന്ന് അപ്പുറത്തെ കരയിലേക്ക് പോകുന്നതിനിടയിലാണ് ഈ വലിയൊരു അപകടം സംഭവിക്കുകയും ചെയ്തത്. എന്തായാലും ഇന്നും അഖിലിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വലിയ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ഈ പുഴയിൽ ഇറങ്ങുന്നതിനും കടലിൽ ഇറങ്ങുന്നതിനും ഒക്കെ നൽകുന്നത്. അതുപോലും വകവയ്ക്കാതെ ആളുകൾ ഈ പ്രത്യേകിച്ച് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ വന്ന് വിനോദസഞ്ചാരികൾ ഇത്തരത്തിലുള്ള അപകടകരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതാണ് ഇപ്പോൾ പതിവ് കാഴ്ചയായി മാറുന്നത്. രഞ്ജിത്ത്, തിരച്ചിൽ നിന്നും തുടരുമെന്നാണ് മനസ്സിലാക്കേണ്ടതിനിടയിൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരികയാണ്. ജൂലൈ 31 വരെ 52 ദിവസമാണ് വർഷങ്ങളായി തുടരുന്ന ട്രോളിംഗ് നിരോധനം ഇന്നു മുതൽ നിലവിൽ വരുന്നത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ മത്സ്യബന്ധനത്തിലുള്ള അവസരം കൊടുക്കുക, മത്സ്യസമ്പത്ത് സംരക്ഷിക്കുക എന്നതൊക്കെ ട്രോളിംഗുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങളാണ്. മത്സ്യങ്ങളുടെ പ്രജനനം കണക്കിലെടുത്താണ് നിരോധനവും മറ്റും ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇക്കാലയളവിൽ യന്ത്രവൽകൃത ബോട്ടുകൾക്ക് കടലിൽ പോയി മീൻ പിടിക്കാൻ വിലക്കുണ്ട്. പെയർ ട്രോളിംഗും നിരോധിച്ച പശ്ചാത്തലമുണ്ട്. ഇതര സംസ്ഥാന ബോട്ടുകൾക്ക് തീരത്ത് വിലക്കുണ്ട്. നിരോധന കാലത്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് അതേസമയം ഇളവ് നൽകാറുണ്ട്. എല്ലാ തവണയും അങ്ങനെ ഇളവ് നൽകിയാണ് അവരെ സംരക്ഷിക്കുകയും മറ്റും ചെയ്യുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. 52 ദിവസം ചെറുവള്ളങ്ങൾ ഉപയോഗിച്ച് ഉപരിതല മത്സ്യബന്ധനത്തിനും മറ്റും അനുവാദമുണ്ട് എന്നുള്ളതാണ് വിവരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.